നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരുടെ തല ചിതറിച്ച ഹിസ്ബുള്ളയ്ക്ക് നേരെ കടുത്ത പ്രതിഷേധത്തിലും എതിർപ്പിലുമാണ് ഇന്ത്യ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയത് വലിയ ചർച്ചയായി മാറുകയാണ്. ഗാസ മുനമ്പിലെ സമീപകാല പോരാട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നെതന്യാഹു അജിത് ഡോവലുമായി പങ്കുവച്ചു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തെക്കുറിച്ചും മാനുഷിക സഹായത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവ്, ദേശീയ സുരക്ഷാ കൌൺസിൽ ഡയറക്ടർ, ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അജിത് ഡോവലിന്റെ ഇസ്രായേൽ സന്ദർശനം സുപ്രധാനമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർ ഗിലോൺ അഭിപ്രായപ്പെട്ടു. അതായത് ഹമാസും ഇസ്രായേലും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഹിസ്ബുള്ളയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് അജിത് ഡോവൽ ഇസ്രായേലിലേക്ക് പറന്നെത്തിയിരിക്കുന്നത്. ഇതോടെ ചർച്ച മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഹമാസിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നും വിജയം കാണാതെ ഇസ്രായേൽ സൈനികർ മടങ്ങില്ലെന്നുമുള്ള നിലപാടിലാണ്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു. ഏകദേശം 1200 ഇസ്രായേലികളെ കൊല്ലുകയും 250ഓളം പേരെ ബന്ദിയാക്കുകയും ചെയ്ത ഹമാസ് പോരാളികൾ ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ആരംഭിച്ച ഗാസയിലെ ഓപ്പറേഷനിൽ ഏകദേശം 30,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിനു ശേഷം ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ ആദ്യ സന്ദർശനം കഴിഞ്ഞ ആഴ്ച 2 ഇന്ത്യക്കാരുടെ മരണത്തിന് ശേഷമാണെന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അജിത് ഡോവലും നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ ഭയന്നിരിക്കുകയാണ്. അതിനെ ആശങ്കയോടെ കാണുകയാണ് ഇറാൻ. എന്താണ് ഇന്ത്യയുടെ നീക്കം എന്നതാണ് ഇറാനെ ഭയപ്പെടുത്തുന്നത്. കാരണം ഇറാനാണ് ഹിസ്ബുള്ളയ്ക്കും മറ്റ് ഭീകര സംഘടനകൾക്കും ഇസ്രായേലിനെതിരെ തിരിയാനും ആക്രമണം നടത്താനും ഇന്ധനവും വളവുമാകുന്നത്. ഇസ്രായേൽ ലബനൻ അതിർത്തിക്ക് സമീപം മിസൈൽ ആക്രമണത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ ഇസ്രായേലിലെ പൌരന്മാർക്ക് ഉപദേശം നൽകുകയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഡോവലിന്റെ സന്ദർശനം. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള പത്രോസ് മാക്സ്വെല്ലിന്റെ മകൻ നിബിൻ മാക്സ്വെൽ എന്ന 31കാരനാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റ് 2 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. ഈ സാഹചര്യത്തിൽ അജിത് ഡോവൽ നെതന്യാഹുവുമായി നടത്തിയ രഹസ്യ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. 13,000-ലധികം ഹമാസ് ഭീകരരെ പോരാട്ടത്തിൽ വധിക്കാനായി എന്ന് നെതന്യാഹു അവകാശപ്പെടുന്നു. ഗാസയുടെ തെക്കൻ മുനമ്പിൽ ആക്രമണം കടുപ്പിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ ഇന്ന് വിജയത്തോട് വളരെ അടുത്ത് നിൽക്കുകയാണ്. റഫേൽ അവശേഷിക്കുന്ന ഭീകര ബറ്റാലിയനുകൾക്കെതിരെ സൈനിക നടപടി ആരംഭിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. ആഴ്ചകൾക്കുള്ളിൽ ഇതിൽ വിജയം നേടുമെന്നും നെതന്യാഹു പറയുന്നു. UAE, ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ മേഖലയിലെ പ്രധാന നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ബന്ധപ്പെടുകയും മേഖലയിലെ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ സജീവമായി ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമായ മാനുഷികത നൽകാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൌരവമായി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. വലിയ തോതിലുള്ള സിവിലിയൻ ജീവനുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇതിനിടെ ഗാസയിലെ യുദ്ധത്തെ സമീപിക്കുന്ന രീതിയിലൂടെ ഇസ്രായേലിനെ സഹായിക്കുന്നതിനേക്കാൾ ദ്രോഹിക്കുകയാണ് പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ഇസ്രായേലിന്റെ നടപടിയുടെ ഫലമായി ഗാസയിൽ പൊലിഞ്ഞ നിരപരാധികളുടെ ജീവന് നെതന്യാഹു കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു.